ഈ സമയം ഇത് എത്രയായി? ഈ കമ്മിറ്റി തീർന്നിട്ട് വേണം എനിക്ക് ആ MLA-യുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകും. എന്നാ പിന്നെ നമുക്ക് കമ്മിറ്റി തുടങ്ങാം. പക്ഷെ ബാലേട്ടനെ കാണുന്നില്ലല്ലോ. പുള്ളി ഇല്ലാതെ എന്ത് ചർച്ച? പുള്ളിയും കൂടെ ഉണ്ടെങ്കിലല്ലേ ഒരു എഫക്റ്റ് ഉള്ളൂ. കൊള്ളാം, നിങ്ങളെല്ലാം ബാലേട്ടനെ കാത്തിരിക്കാന്നോ? പുള്ളിയൊന്നും വരത്തില്ല. ഈ മീറ്റിങ്ങിന് വരാതിരിക്കാനും വേണ്ടി ഈ ബാലേട്ടൻ എന്താ ഇത്ര വലിയ തിരക്ക്? ഇവിടെ പാർട്ടിയുടെ MLA-യും മന്ത്രിയുമായാൽ പോലും പാർട്ടി മീറ്റിങ്ങിന് കൃത്യസമയത്ത് വരാറുണ്ട്. അവരൊക്കെ പങ്കെടുക്കാമെങ്കിൽ ഈ ബാലേട്ടൻ എന്താ ഈ മീറ്റിങ്ങിന് വരാനായിട്ട് ഇത്രയും വലിയ തിരക്ക്, അല്ലെങ്കിൽ ഇത്ര മടിയെന്താ? അപ്പൊ കോരസാറൊന്നും അറിഞ്ഞില്ലേ? ബാലേട്ടൻ ആശുപത്രിയിലാ. അയ്യോ, അതെപ്പോ? ബാലേട്ടൻ എന്ത് പറ്റി? ഇന്നലെ വൈകിട്ട് കണ്ടപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, നല്ല ഉഷാറായിരുന്നല്ലോ. ഇന്ന് രാവിലെ ഞാൻ മെസ്സേജ് അയച്ചാണല്ലോ. അപ്പൊ വൈകിട്ട് കാണാമെന്നും പറഞ്ഞു. അതിനിടയിൽ വേറെ എന്ത് പറ്റിയൊന്നും അറിയത്തില്ല. ഇപ്പൊ ആശുപത്രി ആണെന്ന് മാത്രം അറിയാം. ബാലേട്ടൻ മോനെ ഞാൻ വിളിച്ച്, അവൻ മോൻ എടുക്കുന്നില്ല. ഏത് ആശുപത്രിയില? പ്രൈവറ്റിലാണോ? അല്ല, ജനറൽ ആശുപത്രി. കൊള്ളാം. വിവരമുള്ള ആരെങ്കിലും ഇന്നത്തെ കാലത്ത് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകും. വന്ന് ഈ ബാലേട്ടന്റെ ബുദ്ധിയും പോകും. അതെന്താ കോരസാറേ, നമ്മുടെ ജനറൽ ആശുപത്രിക്ക് എന്ത് പറ്റി? എല്ലാം ശരിയാക്കിയതല്ലേ? ആരോഗ്യ കേരളം ലോകത്തിന് മാതൃക എന്ന ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. കൊള്ളാം, മാതൃകയൊക്കെ കൊള്ളാം. പക്ഷെ ഒരു കാര്യം, അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും അവിടെ തന്നെ ഉണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തണം. അതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ പുതിയ ആരോഗ്യ ടെക്നോളജി. മാത്രമല്ല, ചിലപ്പോൾ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് തന്നും വിടും. ഫ്രീ ആയിട്ടാ, ഗിഫ്റ്റാണ്. ഫ്രീ ആയിട്ട് വല്ലതും പേസ് മേക്കർ ആണോ വല്ലതും? ഇത് പേസ് മേക്കറിനുമൊക്കെക്കാൾ കൂടിയതാണ്. കത്രിക വെറും സാധാരണ കത്രികയൊന്നും അല്ല, സർജിക്കൽ കത്രിക. SSLC-യുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനേക്കാൾ വേഗത്തിൽ വയറ്റിൽ കത്രിക വെച്ച് കിട്ടും. അതാണ് പുതിയ അഭിനവ നവകേരള സർജറി, അല്ലെങ്കിൽ കെ സർജറി. കേരളെന്നും കെ ഫോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ കെ സർജറി. അമേരിക്കയെ വരെ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ മന്ത്രിയുടെ തള്ളിൽ മുഖ്യനൊരു വിശ്വാസവുമില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിസാരമായ ഒരു തുമ്മൽ വന്നാൽ നേരെ അമേരിക്കയ്ക്ക് വിമാനം പിടിക്കും. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പഴയ ഒരു നേതാവുണ്ട്, EK നായനാർ. അദ്ദേഹവും അന്നത്തെ പാർട്ടി സെക്രട്ടറി VS അച്യുതാനന്ദനും കൂടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ചികിത്സിക്കാൻ പോയി. അതേ സമയം നമ്മളുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പാവപ്പെട്ട ഇവിടുത്തെ ആൾക്കാർ, വൃദ്ധർ, ഉടുവസ്ത്രം പോലും ഇല്ലാതെ പിറന്ന പടി കിടക്കുന്ന ചിത്രം പത്രങ്ങളിലെ മെയിൻ വാർത്തയായി വന്നു. ഒപ്പം ഈ രണ്ട് നേതാക്കന്മാർ അമേരിക്കയിൽ എയർ കണ്ടീഷൻഡ് ആശുപത്രിയിൽ കിടക്കുന്ന ചിത്രവും ഒന്നിച്ചു വന്നപ്പോൾ കേരളം ഞെട്ടി. പക്ഷേ കോൺഗ്രസിൻ്റെ ലീഡർ കരുണാകരൻ പണ്ട് വാഹനാപകടമുണ്ടായി. അദ്ദേഹം അമേരിക്കയിലൊന്നും പോയില്ല, ഇവിടെയാണ് ചികിത്സിച്ചത്. ഒടുവിൽ ഇവിടുത്തെ ഡോക്ടർമാരുടെ നിർബന്ധം സഹിക്കവയ്യാഞ്ഞ് അവർക്ക് വേണ്ടി മാത്രം അദ്ദേഹം ഒരു വിദേശ ഡോക്ടറെ കാണാൻ സമ്മതിച്ചു. അതേപോലെ ഉമ്മൻചാണ്ടി, അദ്ദേഹം ലാവോസിൽ സന്ദർശനം നടത്തുമ്പോൾ ഐസിൽ തെന്നി വീണ് കാലൊടിഞ്ഞു. അദ്ദേഹം അവിടെ അമേരിക്കയിലോട്ടൊന്നും അല്ല പോയത്, നേരെ വിമാനം കയറി തിരുവനന്തപുരത്ത് വന്ന് ഇവിടെയാണ് ചികിത്സിച്ചത്. ഇവിടുത്തെ തള്ളുമന്ത്രി പറയുന്നത് എന്താ? അമേരിക്കയിലെ ICU യൂണിറ്റിൽ കിടന്നുകൊണ്ട് മൊബൈൽ ഫോണിൽ 2 പേർ അവരെ ഫോൺ ചെയ്തു. എന്താ ആവശ്യം? 2 കവർ മാസ്കും അതുപോലെ PPE കിറ്റും ഒക്കെ അയച്ചു കൊടുക്കണം. പക്ഷേ സജി ചെറിയാൻ എന്ന കൂടെ ഇരിക്കുന്ന മറ്റൊരു മന്ത്രി പറഞ്ഞ എന്താ? അദ്ദേഹത്തിന് കോവിഡ് വന്നപ്പോൾ അദ്ദേഹം എവിടാ പോയത് ചികിത്സിക്കാൻ? സ്വകാര്യ ആശുപത്രി. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ജീവനോടെ ഇരിക്കുന്നു. ഇല്ലായിരുന്നു എങ്കിൽ
ഈ ആരോഗ്യമന്ത്രിയുടെ മെഡിക്കൽ കോളേജിലാണ് പോയിരുന്നതെങ്കിൽ ഭിത്തിയിൽ പടമായിരുന്നേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, ആരോഗ്യമന്ത്രിയുടെ ഇടത്തിരിക്കുന്ന ചെറിയാൻ മന്ത്രിയും മുഖ്യമന്ത്രിക്കും പോലും ഈ മന്ത്രിയുടെ തള്ള് വിശ്വാസമില്ല. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യൻ നിസാരമായ 2 തുമ്മൽ വന്നാൽ ഭാര്യയെയും മകളെയും ചെറുമകനെയും കൂട്ടി വലിയ ഒരു വിനോദസഞ്ചാരത്തിന് പോകുന്ന രീതിയിൽ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു. അത് ശരി. അപ്പൊ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സമയത്ത് മുഖ്യം വീണ്ടും അമേരിക്കയിൽ പോയോ? അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. രഞ്ജിത്തെ, നിന്നോട് പറഞ്ഞിട്ടാണോ മുഖ്യൻ അമേരിക്ക പോകുന്നത്? അതൊക്കെ അറിയണമെങ്കിൽ ഈ ദേശത്തിന് അപമാനം ഉണ്ടാക്കുന്ന ഒരു പത്രമുണ്ടല്ലോ, ആ പത്രം വായിച്ചാൽ പോരെ, വല്ല വിവരവുമുള്ള വേറെ വല്ല പത്രവും വായിക്കണം. അല്ലെങ്കിൽ സാമാന്യ പൊതുവിവരമെങ്കിലും വേണം. അതാണ് രസം. ഇന്നത്തെ കോമഡി അറിയാൻ പിന്നെ എന്ത് ചെയ്യും? സത്യമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല കുറെ സാറേ. നമ്മുടെ ആരോഗ്യ മേഖലയിൽ എന്ത് സംഭവിക്കുന്നത്? ഇത് ശരിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന നേതാവേ, നമ്മുടെ ഡൽഹി മച്ചിയുടെ ഭരണ നേട്ടങ്ങളെ കുറിച്ച്. എന്നാ കേട്ടോ, നീ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിൻ്റെ വെളിപ്പെടുത്തൽ കേട്ടിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞെന്താ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നോ ശസ്ത്രക്രിയ ഉപകരണങ്ങളോ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞതിന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയ സംഭവം നമ്മൾ കണ്ടതല്ലേ, കേട്ടതല്ലേ? അപ്പോൾ ആരോഗ്യ മേഖലയിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ തന്നെയാണ് അവിടുത്തെ പാളിച്ചകളെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, മറ്റു മെഡിക്കൽ കോളേജിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെ ആലപ്പുഴ വണ്ടാനം, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കോളേജാണ്, വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീ ശസ്ത്രക്രിയയ്ക്ക് വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ വയറ്റിനുള്ളിലും കത്രിക ഉള്ളിൽ ആയി പോയി. പിന്നീട് 5 വർഷം കഴിഞ്ഞാണ് അത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജിലും, തിരുവനന്തപുരം എന്ന് മാത്രമല്ല, ആലപ്പുഴയിൽ നിന്നല്ല, എവിടെയും സർക്കാർ ആശുപത്രികളിൽ ഇപ്പോഴുള്ള അവസ്ഥ ഈ രീതിയിൽ ഉള്ളതാണ്. അത് പറയുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനെയോ മന്ത്രിയെയോ വിമർശിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കോന്നി മെഡിക്കൽ കോളേജിൽ, ആ കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു നോട്ടീസ് പതിപ്പിച്ചിരുന്നു. ഒരു ഡോക്ടറുടെ പേരിലായിരുന്നു ആ നോട്ടീസ്. എന്താ നോട്ടീസിൽ പറഞ്ഞിരുന്നത്? ഇവിടെ ശസ്ത്രക്രിയയ്ക്ക് വരുന്നവർക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളില്ല, ആവശ്യത്തിന് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല. അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ജീവഹാനി വരെ ഉണ്ടായേക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടറെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആശുപത്രി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും പെയിൻറ് അടർന്നു വീഴുന്നു. ഈ പെയിൻറ് അടർന്നു വീഴുന്നത് അണുബാധയ്ക്ക് കാരണമായേക്കാം. അപ്പോൾ നമ്മളുടെ മന്ത്രിയും കൂട്ടരും പറയും ആ ഡോക്ടർ ഭീഷണിപ്പെടുത്തുകയാണ്. രോഗികളുടെ ജീവനിൽ കൊതിയുള്ള, മനുഷ്യത്വമുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ടാണ് അദ്ദേഹം അത് ജനങ്ങളെ മുന്നേ കൂട്ടി അറിയിച്ചത്. അദ്ദേഹത്തിനെതിരെയും നടപടി ഉണ്ടായിരിക്കുകയാണ്. നോക്കണേ നമ്മളുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒരു ദുർഗതി. തൃശ്ശൂരിൽ സനോജ് എന്ന് പറഞ്ഞ ഒരാൾ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ടയുടെ വിഷയവുമായിട്ടാണ് പോയത്. അദ്ദേഹത്തിന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോയത് എന്താണെന്നറിയാം? കണ്ണിലെ 2 കൃഷ്ണമണി. മുട്ടിന് ചികിത്സിക്കാൻ പോയവൻ്റെ കൃഷ്ണമണി അടിച്ചു മാറ്റിയ ഭരണവും ആരോഗ്യ വകുപ്പുമാണ് ഈ കേരളത്തിലുള്ളതെന്നും തുറന്ന് കേൾക്കുകയും കാണുകയും ചെയ്താൽ പോരാ, ജനങ്ങളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ ഒറ്റപ്പെട്ട കാര്യങ്ങളല്ലേ പോലെ സാറേ? ഒറ്റപ്പെട്ടതോ? എത്ര സംഭവങ്ങൾ നമ്മൾക്ക് പറയാം. കൊല്ലത്തെ ചവറയിൽ നിന്നും വേണു എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവറെ പാതിരാത്രിയിൽ അത്യാസന്ന നിലയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതാ. ചെയ്തെന്താ? തറയിൽ കിടത്തി 3 ദിവസം. നിവർത്തികെട്ട് അദ്ദേഹം അവസാനം ഒരു വോയിസ് മെസ്സേജ് ഇട്ട്, നിങ്ങളെല്ലാം കേട്ടതല്ലേ ആ വോയിസ് മെസ്സേജ്? ഞാൻ എലിക്കണിയിൽ പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം, ആ വേണു എന്ന് പറയുന്ന ആ സഹോദരൻ അവസാനം മരണപ്പെട്ടു. നോക്കൂ,
ICUവിൽ കയറ്റാൻ കൊണ്ടുവന്ന ആളിനെ ICUവിൽ കയറ്റിയില്ല, പകരം എവിടെ കയറ്റി? മോർച്ചറിയിൽ കയറ്റി. ഒരു ദിവസം അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളെ നാളെ ഓപ്പറേഷൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന്. ഈ മനുഷ്യൻ പ്രാർത്ഥനയോടെ രാവിലെ ഒരുങ്ങി നിൽക്കുകയാ, തിയേറ്ററിൽ കയറാം. അയാളുടെ പേര് വിളിച്ചില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താ ഡോക്ടറെ എൻ്റെ പേര് വിളിക്കാഞ്ഞ്? അവർ കൊടുത്ത മറുപടി എന്താണെന്നറിയാം? കുറേ പേരുടെ പേരെഴുതി വെച്ചിരുന്നു, അതിൽ ആരെങ്കിലും ഒരാൾ വന്നില്ലെങ്കിൽ നിന്നെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ട്രെയിനിനകത്തൊക്കെ നമ്മൾ റിസർവേഷൻ അഗൻസ്റ്റ് ക്യാൻസലേഷൻ എന്നുണ്ട്. റിസർവ് ചെയ്ത ഒരാൾ വന്നില്ലെങ്കിൽ വേറെ ഒരാളിന് സീറ്റ്. നമ്മളുടെ പുതിയ കേരളത്തിൽ റിസർവേഷൻ എഗൻസ്റ്റ് സർജറിക്ക് ഒരുത്തൻ വന്നില്ലെങ്കിൽ നിൽക്കുന്ന ഒരുത്തനെ പിടിച്ച് സർജറി ചെയ്യും. ഇതാണ് നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് തള്ളി മറിക്കുന്ന കേരളം. ആ ഡോക്ടർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അതുപോലെ ആരോഗ്യ രംഗത്തുള്ളവർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ 20-25 വർഷം സർവീസ് ഉള്ളവർ, തൊട്ടപ്പുറത്തെ കിംസിലോ അതുപോലെയുള്ള ആശുപത്രിയിലോ പോയാൽ 5 ലക്ഷം രൂപ കിട്ടും. പാവപ്പെട്ടവനോട് അല്പമെങ്കിലും മനുഷ്യത്വമുള്ളത് കൊണ്ടാണ് അവരവിടെ ജോലി ചെയ്യുന്നത്. അവരെ ആക്ഷേപിക്കുക, അവർ കശുവണ്ടി തൊഴിലാളികളെ പോലെ പന്തൽ കെട്ടി അവിടെ സമരം ചെയ്യുക. മന്ത്രിക്ക് കുട്ടിയിട്ടും അതുപോലെ ബ്യൂട്ടി പാർലറിൽ കയറിയും ഒക്കെ നടക്കാനായിരിക്കാം സമയമുള്ളത്. ഇത് നമ്മളുടെ ജനങ്ങൾ തിരിച്ചറിയണം എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരെയും അറിയിക്കേണ്ടതായി ഉള്ളതാ. ആ വിനോദിനി എന്ന് പറയുന്ന കൊച്ചിൻ്റെ കാര്യം കേൾക്കുമ്പോഴേ ചങ്ക് തരും. ആ ചികിത്സാ പിഴവ് കൊണ്ട് കൊച്ചിൻ്റെ കൈവരെ മുറിച്ച് മാറ്റേണ്ടി വന്നു. എന്നിട്ടും ലോകത്തിലെ നമ്പർ 1 ആരോഗ്യ സംവിധാനമാണെന്ന് സംസാരിക്കുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്രിമ കൈവച്ചു കൊടുക്കുക എന്നല്ലേ? ഇപ്പോൾ ആ കുഞ്ഞ് സ്കൂളിൽ പോയി തുടങ്ങിയില്ലേ? ഇവിടെ കൊണ്ടും തീരുന്നില്ല നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ 5 വർഷത്തെ മഹത്തായ സേവനങ്ങൾ, അല്ലേ കോര സാറേ? ഇതൊന്നും അല്ല, ആരോഗ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ആശുപത്രിയിൽ പ്രസവിക്കാനായി ചെന്നാൽ ഒന്നുകിൽ കുഞ്ഞു മരിക്കും, ഇല്ലെങ്കിൽ അണുബാധയേറ്റ് അമ്മ മരിക്കും. ഇനി ശസ്ത്രക്രിയ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലോ വയറിനകത്ത് പഞ്ഞിക്കെട്ട്, തുണിക്കെട്ട്, ഗൈഡ് വയർ ഇതെല്ലാം വെച്ചാണ് വിടുന്നത്. ഇപ്പോഴുള്ള ആളുകളുടെ ഒരു സംസാരം, സർക്കാർ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ 5-ാം ദിവസം ഈ സഞ്ചയനം എന്ന് പറയുന്ന പോലെ ശേഷക്രിയ, ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ശേഷക്രിയ. ആരോഗ്യ കേരളത്തിൻ്റെ ഈ ദുരവസ്ഥയെക്കുറിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഇത്തരത്തിലുള്ള തുടരെയുള്ള ഇത്രയും സംഭവം. നമ്മളുടെ കോട്ടയത്ത് ഒരു മകൾ രോഗിയായി. ആ മകൾക്ക് കൂട്ടിരിക്കാൻ പോയ വീട്ടമ്മ ബിന്ദു, അവർ കെട്ടിടമിടിഞ്ഞ് മുകളിലത്തെ മേൽക്കൂരയുടെ സ്ലാബ് ഇടിഞ്ഞ് വീണാണ് മരിച്ചത്. ഇവിടെ മന്ത്രി പറയുന്നത് എന്താ? ഇപ്പോഴത്തെ സർക്കാർ ആശുപത്രിയൊക്കെ കണ്ടിട്ട് 7 സ്റ്റാർ ഹോട്ടലാണെന്നും പറഞ്ഞ് വിദേശികളൊക്കെ ചെന്ന് റൂം ചോദിക്കുന്നു. അത് പിന്നെ നമ്മളുടെ 5 സ്റ്റാർ ഹോട്ടലാണെന്നും പറഞ്ഞു. അവിടെയാണ് ഈ പാവം പിടിച്ച്, അതും മന്ത്രി അവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഈ കെട്ടിടത്തിനടിയിൽ ആളുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയാ, അങ്ങനെയൊന്നുമില്ല, മണിക്കൂറുകൾ കഴിഞ്ഞാണ് അവരുടെ മൃതശരീരം അവിടെ നിന്ന് എടുക്കാൻ കഴിയും. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള അപാകതകളാണ് നമ്മൾക്ക് എണ്ണി പറയുവാനുള്ളത്. ഇനി മന്ത്രിയെക്കുറിച്ച് പറയുവാനാണെങ്കിലോ, സത്യത്തിൽ ആരോഗ്യ വകുപ്പെന്നല്ല പേരിടേണ്ടത്, അഭിനയ വകുപ്പ് എന്ന് ഒരു ചെറിയ ഭേദഗതി വരുത്തിയാൽ പറ്റിയ മന്ത്രി. എന്താ കാര്യം? റെയിൽവേ സ്റ്റേഷനിൽ ചെറുപ്പക്കാർ, നമ്മളെല്ലാം കണ്ടല്ലേ, ഒരു കറുത്ത തൂവാലയും കൊണ്ട് പ്രതിഷേധം എന്നും പറഞ്ഞ് ചെന്നപ്പോൾ പോലീസുകാരെല്ലാം കൂടെ പൊക്കി എടുത്തോണ്ടെന്ന്. മന്ത്രി അവിടെ തിരിഞ്ഞു നിന്ന് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു. ആരടാ ഇങ്ങോട്ട് വിറ എന്നൊക്കെ പറഞ്ഞ അഭിനയവും നമ്മൾ കണ്ടു. ഒരു കുഴപ്പമില്ലാതെ പോലീസുകാരുടെ അകമ്പടിയോടെ സ്റ്റെപ്പ് കയറി 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മുകളിൽ വന്നു, 2-ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലൂടെ വന്ന് 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് താഴെ ഇറങ്ങുമ്പോൾ സ്പീക്കർ അവിടെ നിൽക്കും. സ്പീക്കറാണല്ലോ റൂളിങ് കൊടുക്കുന്നത്. ഉടനെ റൂളിങ് വന്നു, അഭിനയിച്ചോളുക. എന്താ? മാരകമായി KSUക്കാർ അവരെ മർദ്ദിച്ചു. ഉടനെ സ്പീക്കർ വിളിച്ച് ഹോസ്പിറ്റലിൽ പറയാണ്, ആരോഗ്യമന്ത്രി അങ്ങോട്ട് വരുന്നുണ്ട്, ഒന്ന് അഡ്മിറ്റ് ചെയ്യണം. ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ICUവിലും ആശുപത്രിയിലും അഡ്മിറ്റ് ചെയ്യാൻ ഉത്തരവിടുന്നത് ഡോക്ടർമാരല്ല,
ഡോക്ടർ ഷംസ്. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞതിൻ്റെ തൊട്ടുപുറകിന് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൂടെ ICUവിൽ മൊബൈൽ ഫോണുമായിട്ട് കയറുന്നു, ഫോട്ടോ എടുക്കുന്നു. ICUവിൽ ഇതൊക്കെ അനുവദനീയമാണോ? ഇനി അതും പോകട്ടെ. എന്തായാലും അവിടുന്ന് മാരകമായ അവസ്ഥയിലാണ്, ഗുരുതരാവസ്ഥയിൽ. അതവിടെ ഒരു ചെറിയ ഭേദഗതി വന്നാൽ മതിയായിരുന്നു. ആരോഗ്യ രംഗം ഗുരുതരാവസ്ഥയിലെന്ന് പറഞ്ഞാൽ ആർക്കും തർക്കമില്ലായിരുന്നു. പക്ഷെ ആരോഗ്യമന്ത്രി ഗുരുതരാവസ്ഥയിലെന്ന് ഞെട്ടിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് ആണ് പിന്നെ കണ്ടത്. പിന്നെ കേരളത്തിൽ നടന്നതൊക്കെ നമ്മൾ കണ്ടു. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സർവ്വ പാർട്ടി ഓഫീസുകളും അടിച്ചു തകർത്തു, ബോംബെറിഞ്ഞു, എന്തൊക്കെ നടന്നു. പിന്നീടാണ് ട്വിസ്റ്റ്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ സ്വാഭാവികമായും പിന്നീട് അഡ്മിറ്റ് ചെയ്യേണ്ടത് തിരുവനന്തപുരത്ത് വന്നാൽ എവിടെയാ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഇങ്ങ് വരെ വന്നില്ല, പത്തനംതിട്ട ജില്ലയിലാണ് വന്നിറങ്ങി. ലോക ചരിത്രത്തിൽ ICUവിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാതെ ഒരു രോഗി പുറത്തു പോയെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ആർക്കാ? ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്. കേസെടുക്കേണ്ടതാണ്. രോഗിയെ കാണാതെ പോയിരിക്കും. പക്ഷേ വീട്ടിൽ വന്നു കുളിച്ച് ഒരുങ്ങി അടുത്ത അഭിനയത്തിന് തയ്യാറായി ഒരു കോളർ നെക്ക് ഒക്കെ ഇട്ടിട്ട് വീണ്ടും മുന്നോട്ട് വരികയാണ്. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ അപമാനിച്ച ഒരു സംഭവം നമ്മുടെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ മന്ത്രി അഭിനയത്തിന് ഏറ്റവും പറ്റിയ മന്ത്രിയാണ്. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലിൽ പെടലി ചരിച്ച് ഒരഭിനയം. കൃത്യമായി സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും സങ്കടം വന്നാലും എല്ലാം അഭിനയം, സർവത്ര അഭിനയമയം. ഈ അഭിനയം കേരളത്തിലെ ആ വകുപ്പിൽ മാത്രമല്ല എല്ലാ വകുപ്പിലുമുണ്ട്. അപ്പം നമ്മൾക്ക് ചോദിക്കാനുള്ളത്, KSUവിൻ്റെ 2 വിദ്യാർത്ഥികൾ ഇങ്ങനെ കൈ ചൂണ്ടിയാൽ ഈ മന്ത്രിയുടെ കഴുത്ത് ഉളുക്കുമോ? ഒറ്റ കാര്യം, ഈ സംഭവങ്ങളെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കൃത്യമായ തിരക്കഥ സൃഷ്ടിച്ച് കൃത്യമായി അഭിനയിച്ച് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പാവപ്പെട്ടവരെയും കബളിപ്പിച്ച ഇതുപോലെ നാണം കെട്ട ഒരു സംഭവം, നാണം കെട്ട ഒരു വകുപ്പും മന്ത്രിയും കേരളത്തിലുണ്ട്. പാർട്ടി സെക്രട്ടറിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? മന്ത്രിയുടെ കഴുത്ത് ഞെരിച്ച്, ഈ കോഴിയൊക്കെ ഞെരിക്കുന്നത് അല്ലേ, കൈ പിടിച്ചോടിച്ചു. ഇതൊക്കെ ചെയ്ത മന്ത്രി ഇപ്പോൾ എന്ത് സുഖമായി നടക്കുന്നു. അപ്പോൾ ഇവർ മന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു കറുത്ത തൂവാലയെടുത്ത് പ്രതിഷേധിച്ചാൽ പോയും വധശ്രമത്തിന് കേസെടുക്കുന്ന ഈ പാർട്ടിയെയും ഈ മുന്നണിയെയുമൊക്കെ ഈ ജനങ്ങൾ എണ്ണി എണ്ണി മറുപടി പറയണ്ടേ? അതിനുള്ള സമയം അടുത്തു വരികയാണ്. ആ കത്രിക കേസിൽ അക്ഷീനയുടെ സംഭവം തന്നെ കണ്ടില്ലേ? ആ പാവം എത്ര നാൾ സെക്രട്ടറിയുടെ പടിയിൽ കിടന്നു. അവസാനം പോലീസിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ സത്യം പുറത്തു വന്നു. പക്ഷേ എന്നിട്ട് മന്ത്രിക്ക് മിണ്ടാട്ടമില്ല. ഏയ്, മിണ്ടാട്ടമില്ല എന്ന് പറയരുത്. ഏത് വിഷയമുണ്ടായാലും നമ്മുടെ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ ആരോഗ്യ മേഖലയിലെ അനാസ്ഥയും പിടിപ്പുകേടിനുമെതിരെ റിപ്പോർട്ട് ചോദിച്ച് ആരോഗ്യ മേഖലയിലെ അനാസ്ഥയുടെ റിപ്പോർട്ട് ചോദിച്ചതിൻ്റെ ലോക പുരസ്കാരം മന്ത്രി വീണ ജോർജിന് ലഭിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇത്രയും വലിയ പ്രശ്നമാണോ? ഞാൻ വിചാരിച്ച എല്ലാം സൂപ്പറാണെന്ന്. സൂപ്പറാണ്. കയ്യിൽ കാശുള്ളവനും വിമാനം പിടിക്കാൻ കഴിവുള്ളവനും എല്ലാം സൂപ്പറാണ്. പണമില്ലാത്ത സർക്കാർ ആശുപത്രിയിൽ പോകുന്നവന് ശസ്ത്രക്രിയയോ ഒക്കെ കഴിഞ്ഞാൽ വയറ്റിൽ കത്രികയോ പഞ്ഞിയോ ഒക്കെയായി തിരിച്ചു വരാം. ഭാഗ്യമുണ്ടെങ്കിൽ ശവവും കിട്ടും. അതാണ് ആരോഗ്യ മേഖലയിലെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ. ഇനിയിപ്പോൾ ആരോഗ്യമന്ത്രി കൂട്ടരും വോട്ട് ചോദിച്ച് നമ്മളുടെ എല്ലാം മുന്നിൽ വരും, എല്ലാവരുടെയും മുന്നിൽ വരും, അഭിനയിക്കും. അപ്പോൾ അവരോട് എണ്ണി ഈ മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായി നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾക്ക് ചോദിക്കേണ്ടതായിട്ട്. ആ പെടലി അഭിനയം ഇനി ജനങ്ങളുടെ മുന്നിൽ വിലപ്പോകും. എനിക്ക് ബാലേട്ടൻ്റെ കാര്യത്തിൽ വലിയ പേടിയും. പുള്ളി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ
നമുക്കൊരു നല്ല എക്സ്റേയോ സ്കാനിങ്ങോ ചെയ്ത് നോക്കാം. വല്ല സ്റ്റെതസ്കോപ്പോ കത്രികയോ വല്ലോ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മറന്നു വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയണ്ടേ. കമ്മിറ്റി പിരിഞ്ഞാലവിടെ നമുക്ക് ആശുപത്രിയിലോട്ടൊന്ന് പോകണം. ബാലേട്ടൻ നോക്കാൻ അവിടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും. മെഡിക്കൽ കോളേജിന് തീ പിടിച്ചെന്നു, ഒരാൾ മരിച്ചു. അടുത്ത ദുരന്തം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICUവിൽ തീ പിടിച്ച് ഒരാൾ മരിച്ചു. പക്ഷെ ഇത് പഴയ വാർത്തയാണ്. അതിനെ തുടർന്നുണ്ടായ ഷിഫ്റ്റിങ്ങിലുമൊക്കെ ആയിട്ട് ആകെ കൂടി 5 പേർ മരിച്ചു എന്ന്. നേരത്തെ കോഴിക്കോട് ICUവിലും ഇതേ സംഭവം ഉണ്ടായി. മാറും, എല്ലാം മാറും, മാറാതെ എവിടെ പോകാൻ. അപ്പൊ ഇനി നമുക്ക് കമ്മിറ്റി തുടങ്ങാം. അങ്ങനെ അതും പോയി.